ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ശരിയായ ദിശയിലെന്നും ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയിൽ സംശയമില്ലെന്നും ഹൈക്കോടതി. പ്രതികൾ ആരും രക്ഷപ്പെടില്ല. അതിസങ്കീർണവും അസാധാരണവുമായ കേസാണിത്. CBI അന്വേഷണ ആവശ്യത്തിൽ അല്പസമയം കൂടി കാത്തിരിക്കണം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിപ്പോൾ പ്രതികൾക്കുൾപ്പെടെ പലർക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്വേഷണത്തിൽ എവിടെയും യാതൊരുവിധ പാളിച്ചകളും നടന്നിട്ടില്ല എന്ന് തന്നെയാണോ കോടതിയുടെ ഒരു വിശ്വാസം? അമൃത, ആ വിശ്വാസത്തിൽ തന്നെയാണ് കോടതിയുള്ളത്. അന്വേഷണ സംഘത്തിന്മേൽ പൂർണ്ണ വിശ്വാസം കോടതി അർപ്പിക്കുന്നു. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരിലും അതേ വിശ്വാസം കോടതിക്കുണ്ട് എന്ന നിലപാടാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചത്. ഇന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംഘടനകളും നൽകിയിട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുൻപാകെ വന്നത്. ആ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികളായിട്ടുള്ള അവരാരും തന്നെ രക്ഷപ്പെടില്ല. അന്വേഷണം നടക്കുന്നത് ശരിയായ ദിശയിലാണ്. എല്ലാ കാര്യവും നടക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ. അല്പസമയം കൂടി അന്വേഷണ സംഘത്തിന് നൽകാം എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ തന്നെ സിംഗിൾ ബെഞ്ച് ചില വിമർശനങ്ങൾ SITക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്നു, അത് അന്വേഷണ സംഘത്തെ സംശയ നിഴലിൽ നിർത്തുന്നു എന്ന നിലപാടാണ് സിംഗിൾ ബെഞ്ച് എടുത്തതെങ്കിൽ ദേവസ്വം ബെഞ്ച് സ്വീകരിക്കുന്നത് മറ്റൊരു നിലപാടാണ്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ല എന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുന്നു. 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിക്കുന്നത് അത് കേസിന്റെ അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. കേസ് അന്വേഷണം സുഗമമായി തന്നെ മുന്നോട്ട് പോകും. അതിസങ്കീർണമായ അസാധാരണമായ ഒരു കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്നും ദേവസ്വം ബെഞ്ച് അതിന്റെ എല്ലാ മെറിറ്റോടും കൂടി ഉൾക്കൊള്ളുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കേസിന്റെ ഒരു കാലയളവ് 2019 മുതൽ 2025 വരെയാണ്. ഒപ്പം 99-ൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും അതിന്റെ സാഹചര്യങ്ങളും ഒക്കെ ഈ കേസിന്റെ ഭാഗമായി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു വലിയ കാലയളവിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ 4147 ഗ്രാം സ്വർണം കവർന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. 467 ഗ്രാം സ്വർണം മാത്രമാണ് ഇതുവരെ വീണ്ടെടുക്കാനായിട്ടുള്ളത്. അങ്ങനെ തന്നെ തൊണ്ടുമുണ്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലെല്ലാം ഏറ്റവും പ്രധാനമായി വരിക ഈ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. അതിന് സ്വാഭാവികമായും കാലതാമസം എടുക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പരിശോധനാ ഫലം പൂർത്തിയാക്കണം അല്ലെങ്കിൽ അത് ലഭ്യമാക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് വളരെ ക്ലിയർ ആയ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ് ദേവസ്വം ബെഞ്ച്. എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുക അല്ലെങ്കിൽ ഓടിച്ചാടി കുറ്റപത്രം സമർപ്പിക്കുക അത് പോസിബിൾ അല്ല ഇത്തരത്തിലൊരു കേസിൽ എന്ന് വളരെ കൃത്യമായി നിലപാടെടുക്കുന്നു. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം SITയുടെ അന്വേഷണം അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.